വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. വെക്കേഷനൊക്കെ കഴിയാറായില്ലേ? എല്ലാവരും ടൂറൊക്കെ പോയോ? മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ട് ഇപ്പം നല്ല മഴ ആയില്ലേ? അപ്പോൾ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പം മഴയൊന്നുമില്ല കേട്ടോ, നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, നീറാടേക്ക്. അച്ചു ഷിനൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആങ്ങളേൻ്റെ കൂടെ. പക്ഷേ ഞാനും അനീഫ്ക്കായും ഫിദും ഇതിപ്പോഴേ പോകുന്നുള്ളൂ. ഷിനുവിന് നാളെ മദ്രസില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. വ്യാഴാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അവളവിടെ നിൽക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു രാവിലെ. അപ്പോൾ വിചാരിച്ചു ഞങ്ങൾ വൈകിട്ടും കൂടെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ പുറത്ത് പോകുന്നതാണിത്. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ, പക്ഷേ ഉമ്മയും ഉപ്പയൊന്നുമില്ല. ആങ്ങളെയും അനിയത്തിയും ഞാനും പിന്നെ ഞങ്ങളെ മക്കളും അങ്ങനെയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അനീഫ്ക്ക കൂടെ ഉണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡ് ഇല്ല കേട്ടോ, അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വയനാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവനില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം പോന്നിട്ടുണ്ടായിരുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് കേട്ടോ അത്. അപ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും, കാരണം ഒരുപാട് ഫിഷ്, അതുപോലെ തന്നെ ബേഡ്സ്, ലവ് ബേഡ്സൊക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മക്കൾക്ക് നല്ല കേട്ടോ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് കാണാൻ എന്താ പറയുക, നമ്മൾ കാണാത്ത തരം പക്ഷികൾ, അതുപോലെ മീനുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലെനിക്ക് കൂടുതൽ വോയിസ് ഓവറൊന്നും പറയാനില്ല, കാരണം ഒക്കെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനാണ്. നിങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ പോയി നോക്ക് കേട്ടോ, കാരണം നമുക്കൊന്നും ദൂരമില്ലല്ലോ, ഇവിടുന്ന് കോഴിക്കോടേക്ക് പോവുക. ഇത് കോഴിക്കോട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കളിപ്പൊയ്കയൊക്കെ ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണേ. മക്കളൊക്കെ കാണേണ്ട ഒരു സംഭവമാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല സംഭവങ്ങളായിരുന്നു കേട്ടോ. എനിക്കിതിൽ ഒരുപാട് വോയിസ് ഒന്നും പറയാനില്ല, കാരണം എല്ലാം കാണേണ്ട കാഴ്ചകളാണ്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് വീഡിയോയിൽ. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain. ഫിഷ് മാത്രമല്ല കേട്ടോ, ഇതാ മനുഷ്യന്മാരുണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഫിഷിൻ്റെ ഇതിൻ്റെ മുമ്പേ ഒരിക്കൽ കോഴിക്കോട് വന്ന സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നിങ്ങനെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, മീനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടത്. മക്കൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ അവർ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കുറച്ച് മീനുകളൊക്കെ അല്ലേ കാണുക. ഇനിയിപ്പോൾ ഒരു അക്വേറിയം ആയാലും അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്കൊക്കെ ആയാലും വളരെ കുറച്ചല്ലേ കാണുക. അപ്പോൾ അതാ കണ്ടോ, മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. I never miss, that's fact. Taking big swings, put your hand to the bat. Put me in the ring, you'll go out in a bag. Cause I sing what I mean and I bring it to the mad light. Ain't got time to kill, I got time to feel. I took a red pill, I know life's short so I wanna live real. But how's it supposed to feel? How's it supposed to feel? To feel. They wanna say my name but they hold
holding back, they wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on this shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these things I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats as I spread, with every word that I've said. How's it supposed to feel? How's it supposed to feel? പിന്നെ അത് കണ്ടിറങ്ങിയപ്പോൾ ചെറുതായിട്ട് മക്കൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഇങ്ങനത്തേലൊന്നും പിന്നെ ആരും കയറിയിട്ടില്ല. പക്ഷേ ചെറിയ മക്കൾക്ക് കയറാൻ പറ്റിയതിലൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ മക്കളൊക്കെ കയറ്റി. പിന്നെന്താ, മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ പാനിപൂരി അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ മക്കളൊക്കെ. ഇതാ കണ്ടോ, ഐസിയും ഭയങ്കര സന്തോഷത്തിലാണ് ഇതിൽ കയറിയത്. ഇവന് പിന്നെ അങ്ങനത്തേലൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടായിരിക്കുക നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 9:45 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ബീച്ചിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ വൈകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അധികം കയറലിപ്പോൾ അറേബ്യൻ ഫുഡുള്ള ഹോട്ടലാണ് കേട്ടോ നോക്കിയിട്ട് കയറുക. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, മന്തി ബ്രോസ്റ്റ് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാരഗണിലാട്ടോ കയറിയത്. ഓരോരുത്തരും ഓരോന്നായിട്ടാണ് ഓർഡർ ചെയ്തത്. നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ബട്ടർ ചിക്കൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുന്ന് ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങിയപ്പോഴേക്കാൻ അത്യാവശ്യം നന്നായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു. 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവരെ നീറാടെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് മാവൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബീച്ചിലൊന്നും പോയില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.